ബിഗ് ബോസ് സീസൺ 7 ഇപ്പം നടന്ന ഒരു വഴക്കിനെക്കുറിച്ചുള്ള ഒരു റിവ്യൂ ആണ് ഈ പറയുന്നത്. ഇപ്പം നടന്ന വഴക്കെന്ന് പറയുമ്പോൾ ഇവരെന്താ ഷാനവാസും ശാരികയൊക്കെ കൂടെ വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അക്ബറും ഉണ്ട് കൂടെ, അനീഷും ഉണ്ട്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ശാരിക ഡിവോഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പം അനീഷ് പറഞ്ഞു, അനീഷ് ആവശ്യമില്ലാതെ കയറിയൊരു ടോക്ക് ഇട്ടതാണ്, ലോകത്തിലെ എല്ലാ ഡിവോഴ്സുകളും രണ്ടുപേരുടെയും കുറ്റം കൊണ്ടാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. ഒരു പക്ഷേ അത് അനീഷിൻ്റെ ലൈഫിൽ അങ്ങനെ നടന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ അനീഷ് ഒരു പുരുഷനായതുകൊണ്ട് ഒരു പക്ഷേ അനീഷിന് ഡിവോഴ്സ് നടന്നതുകൊണ്ടും അനീഷ് സ്വന്തം ഭാഗത്ത് മാത്രം തെറ്റില്ലെന്ന് സമർത്ഥിക്കുന്നതുമാവാം. എന്തായാലും അതേക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് ശാരിക അപ്പോൾ പറഞ്ഞു അത് ശരിയാണെന്ന് പറഞ്ഞു. കാരണം ശാരിക ഡിവോഴ്സ്ഡ് ആണല്ലോ. അപ്പോൾ ശാരികയ്ക്ക് അങ്ങനെയല്ല, ആണുങ്ങളുടെ മാത്രം കുഴപ്പമാണെന്നോടെ പറയാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഈ ആണുങ്ങളുമായിട്ടാണ് സംസാരിക്കുന്നത്, ഓൾറെഡി അനീഷിൻ്റെ ഡിവോഴ്സ് കഴിഞ്ഞതുമാണ്. അപ്പോൾ ശാരിക അങ്ങനെ പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകും. അനീഷ് കയറി അതിനെ ഖണ്ഡിക്കാൻ നോക്കും, അത് വലിയൊരു വാഗ്വാദത്തിലോട്ട് മാറും എന്നതുകൊണ്ട് തന്നെ ആവണം ശാരിക പറഞ്ഞത് അത് ശരിയാണെന്നുള്ളത്. പക്ഷേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നമ്മളുടെ ഷാനവാസും അക്ബറും ഒക്കെ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഒരാണ് വെള്ളം അടിച്ചുകൊണ്ട് വന്ന് ഒരു സ്ത്രീയെ ഇടിക്കുകയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ സ്ത്രീ ഡിവോഴ്സ് വേണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണോ, അത് ആരുടെ ഭാഗത്ത് തെറ്റാണെന്ന് ചോദിച്ചു. അതേക്കുറിച്ച് പറഞ്ഞ് സംഭവം അങ്ങ് ഭയങ്കര ഒരു ടോക്കിലോട്ടെത്തി, അത് വഴക്കിലോട്ടെത്തി. ഇതിനകത്ത് പറയാനുള്ള ഒരു കാര്യം, സത്യത്തിൽ അനീഷും ശാരികയും പറഞ്ഞതിനോട് 100% യോജിക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം നമ്മൾ ഈ അടുത്ത സമയത്തൊക്കെ കണ്ട കാര്യമാണ്. പുറം നാട്ടിൽ, അതായത് ദുബായ് പോലുള്ള രാജ്യത്തും അതുപോലെ നമ്മളുടെ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ തന്നെ നമ്മൾ വിവിധങ്ങളായ സൂയിസൈഡ് പെൺകുട്ടികളുടേത് കണ്ടു. ഇതിനകത്തൊക്കെ ശരിക്കും രണ്ട് ഭാഗത്തെയും തെറ്റാണെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. കാരണം ഈ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ദുബായിൽ ഷാർജയിൽ ഒരു പെൺകുട്ടി മരിച്ചത്. അപ്പം ആ പെൺകുട്ടിക്ക് ഡിവോഴ്സ് കൊടുക്കാൻ താല്പര്യമില്ലായിരുന്നു. അയാൾ നിരന്തരം ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞിട്ടും രണ്ടുപേര് അങ്ങനെ തന്നെയാണ് മരിച്ചത്. നിരന്തരം ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞിട്ടും അതിന് വില്ലിങ് ആവാഞ്ഞതുകൊണ്ട് ആ പെൺകുട്ടികൾ മരണത്തെ സ്വയം വരിച്ചവരാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ. ഇതിനകത്ത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പം അത് ഡിവോഴ്സിലോട്ട് എത്തിക്കാൻ ഒരു പരിധിവരെ കാരണക്കാർ വീട്ടുകാരും കൂടെയാണ്. അങ്ങനെ വരുമ്പം ഡിവോഴ്സിൻ്റെ കാരണക്കാർ സ്ത്രീയും പുരുഷനും മാത്രമല്ല, വീട്ടുകാരും കൂടെയുണ്ട്. അത് എക്സ് ഓർ വൈ, ആണിൻ്റെ ആകാം പെണ്ണിൻ്റെ ആകാം. ഒരു ഡിവോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് മാക്സിമം, അപ്പം അനീഷ് പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്നാണ്. അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഒരു ലിമിറ്റ് വരെ പറ്റൂ. അത് ആണിനായാലും പെണ്ണിനായാലും. ഒരു കുടുംബ ബന്ധത്തിനിടയിൽ ഒരു കെമിസ്ട്രി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പിന്നെ ക്രമേണ വളർന്നുകൊണ്ടേയിരിക്കും. അത് പിന്നെ ഈ പറയുന്നിട്ടുള്ള ഡിവോഴ്സിലും കാര്യങ്ങളിലും എത്തിച്ചേരുകയും ചെയ്യും. അപ്പം ഡിവോഴ്സിനെ കുറിച്ച് അനീഷിൻ്റെയും ശാരികയുടെയും കാഴ്ചപ്പാട് തെറ്റാണ്. ശാരിക, ഞാൻ പറഞ്ഞല്ലോ, ഒരു പക്ഷേ അനീഷിനെയൊക്കെ അവിടെ ഒരു പ്രശ്നം ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ശാരിക പറഞ്ഞായിരിക്കും. കാരണം ശാരിക ഡിവോഴ്സ്ഡ് ആയതുകൊണ്ട് തൻ്റെ ഭാഗം ന്യായീകരിക്കുകയാണെന്ന് മറ്റുള്ളവർക്കും തോന്നാം, അത് പ്രേക്ഷകർക്കും തോന്നാം, അതുകൊണ്ടായിരിക്കാം. എന്തായാലും അനീഷ് പറഞ്ഞിരിക്കുന്നത് ശരിയല്ല. പ്രത്യേകിച്ചും വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടി മാക്സിമം ട്രൈ ചെയ്യും ആ ഒരു ബന്ധം മുന്നോട്ട് നിലനിർത്തിക്കൊണ്ട് പോകാൻ. പക്ഷേ ആണുങ്ങളെല്ലാം അങ്ങനെ ഇട്ടേച്ച് പോകുന്നല്ല ഞാൻ പറയുന്നത്. ഒരു പരിധി വരെ ഒരു വീട്ടിലോട്ട് കടന്നില്ലെന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് സംരക്ഷണം നൽകേണ്ടത് ആ ഒരു പുരുഷൻ്റെ ധർമ്മമാണ്. അവളെ താലി കെട്ടിയവനാരോ അവൻ്റെ. അത് ചെയ്യാണ്ട് ഒരു പക്ഷേ ഈ പറയുന്ന സ്ത്രീധനത്തിൻ്റെ ആകാം, മറ്റു പ്രശ്നങ്ങൾക്കാകാം, അങ്ങനെ ഒരു വീട്ടിൽ ഈ പെൺകുട്ടിയുടെ പ്രശ്നം ഉണ്ടാകുമ്പം അതിന് പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യാണ്ട് അത് വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടിടുന്ന വീട്ടുകാർക്ക് ഇതിൽ നല്ലൊരു പങ്കുണ്ട്. ഭർത്താവിനും നല്ലൊരു പങ്കുണ്ട്. പെൺകുട്ടികളുടെ വീട്ടുകാർക്കും നല്ലൊരു പങ്കുണ്ട്. കാരണം ഒരു പെൺകുട്ടിക്ക് വിവാഹബന്ധം കഴിഞ്ഞു അവരുടെ വീട്ടിൽ ചെന്ന് പ്രശ്നമാകുന്ന ഒരു വട്ടമോ രണ്ടു വട്ടമോ ആയിരിക്കത്തില്ല ഈ പറയുന്നത്. പല നാൾ പറയുന്നുണ്ടാവും, എനിക്കവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ എനിക്ക് സങ്കടമാണ് എന്ന് പറയുമ്പം പെൺവീട്ടുകാർക്കുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരാദ്യം പറയും, നീ അങ്ങനെയെങ്കിലും അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക, നാട്ടുകാരെന്തോ പറയും എന്നുള്ളൊരു ടോക്കാണ് വരുന്നത്. അല്ലെങ്കിൽ പറയും, നിൻ്റെ കയ്യിൽ അഹങ്കാരം കൊണ്ട് അവൻ പാവുക അല്ലെ അവർ പാവുക, നീയാണ് പ്രശ്നം എന്ന് പറയും. അപ്പം ഈ ഒരു നിലപാടെടുക്കാതെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യം മനസ്സിലാക്കുക. അവരവർ വളർത്തി വിടുന്ന പെൺമക്കളല്ലേ, അപ്പോൾ അവർക്കറിയാൻ പറ്റുമല്ലോ എത്ര വരെ ആയിരിക്കും തൻ്റെ മകളുടെ ഭാഗത്തുള്ള കുറ്റമെന്ന്. സമൂഹത്തെ എന്തിനാണ് പേടിക്കുന്നത്? സമൂഹത്തെ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. നമ്മളുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ സമൂഹത്തിലുള്ളവരോ ബന്ധുക്കളോ അയലത്തുകാരോ നമ്മുടെ കുട്ടികളെ തിരിച്ചുകൊണ്ട് തരുമോ? ഇല്ലല്ലോ. നമ്മളുടെ കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടായാൽ നാട്ടുകാരോ സമൂഹമോ അല്ലെങ്കിൽ നമ്മളുടെ ബന്ധുക്കളോ കൊണ്ട് അവർക്ക് കൊടുക്കുമോ? അതുമില്ല. രണ്ടായാലും നമ്മൾക്ക് തന്നെ നഷ്ടം. അപ്പം ചേർത്ത് പിടിക്കാൻ പെൺവീട്ടുകാരും തയ്യാറാവണം. പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ചെറുക്കൻ്റെ വീട്ടുകാരും തയ്യാറാവണം. ഒരു കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടിയുടെ ഭാഗത്ത് മാത്രം ആൺവീട്ടുകാർ കുറ്റങ്ങൾ ചുമത്താതെ
അവനവൻ്റെ ആൺമക്കളുടെ ഭാഗത്ത് കുറ്റം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കാനും തിരുത്താനും ആ പെൺകുട്ടിയോടൊപ്പം നിൽക്കാനും ആ ആൺവീട്ടുകാരോട് ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ പല സൂയിസൈഡും ഒഴിവാകത്തുള്ളൂ, അതുപോലെ തന്നെ ഡിവോഴ്സും ഒഴിവാകത്തുള്ളൂ.